KGF സംവിധായകൻ പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത സലാർ ഇന്ന് റിലീസായിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എടപ്പള്ളി വിനിത തിയേറ്ററിലാണ്. രാവിലെ തന്നെ 7 മണിക്ക് മോർണിംഗ് ഷോ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മലയാളികൾക്ക് പ്രിയപ്പെട്ട പൃഥ്വിരാജും കൂടിയും അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ നമുക്ക് പ്രേക്ഷകരുടെ പ്രതികരണം നമുക്ക് എടുക്കാം. ഒരു പക്ക മാസ് ആക്ഷൻ മൂവിയാണ്, പ്രഭാസിൻ്റെ മൂവിയാണ്. പൃഥ്വിരാജ് വലിയ റോളിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിന് കുറച്ച് മുമ്പായിട്ട് പൃഥ്വിരാജ് വരുന്നത്. പിന്നെ ബ്ലഡ് ഷെഡ് കുറച്ച് കൂടുതലാണ്, ഭയങ്കര വയലൻസാണ്. അല്ല, ആ ഒരു ലെവലിൽ തന്നെ വരുന്നുണ്ട്. പ്രശാന്ത് മുകളിൽ പറയാൻ പറ്റും, ആ ലെവലിൽ തന്നെ കുറവില്ല കൂടുതലുമില്ല. പ്രശാന്തിന് നല്ല ഡയറക്ഷനാണ്. പിന്നെ വയലൻസ് കുറച്ച് കൂടുതൽ, ആ നെഗറ്റീവേ ഉള്ളൂ. പൃഥ്വിരാജ് ലാഗൽ സംഭവമില്ല. അത് രണ്ട് ജോണ്ടറാണ്, ഒരേ ജോണ്ടറല്ല. പക്ഷേ പ്രഭാസിൻ്റെ പടം തിരിച്ചുവരവാണ്. പ്രഭാസിന് കുറേ പടം പോലും പ്രഭാസിൻ്റെ പടമാണ്. കുറച്ച് ആളുകൾ പ്രഭാസിന് കുറേ ബാഡ് ടൈമായി അത് മാറി വരികയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും പോകും. വളരെ മാസ് എൻ്റർടൈനറാണ്. ഫാമിലിക്ക് പിള്ളേർക്ക് പറ്റില്ല, വയലൻസ് കുറച്ച് കൂടുതലാണ്. ബ്ലഡ് ഷെഡ് ഭയങ്കരമാണ്. പടയിട്ടാണ് പ്രഭാസിനെ തിരിച്ചു വരവാണ്. ഒരു മോർ പ്രഭാസ് പടമാണ്. പൃഥ്വിരാജിനെ സമ്മതിക്കണം, റോള് കുറവായിട്ട് ചെയ്തിട്ടുണ്ട്. അത്ര ഈ ഗുണോളം കാണിച്ചില്ല. ഇത് പ്രഭാസിനെ തിരിച്ചു വരവാണ്. അത് പറയാൻ പറ്റില്ല. ജയിലറിൻ്റെ ലിയോ കാട്ട നല്ല പടമാണ്. ജയിലറിൻ്റെ തന്നെ വരും. BGM നല്ലതാണ്, സിനിമാറ്റോഗ്രാഫി എല്ലാം നല്ലതാണ്. ഗംഭീരം, ഒരു രക്ഷയില്ല. രോമാഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒടുക്കത്തെ രോമാഞ്ചം. ആ ശരിക്കും പറഞ്ഞാൽ ആ പടത്തിൽ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആ എഫക്റ്റ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. പിന്നെ നമ്മുടെ സ്വന്തം പ്രഭാസിൻ്റെ മൊത്തം കഴിഞ്ഞാട്ടാണ്. പിന്നെ നമ്മുടെ സ്വന്തം പൃഥ്വിരാജും കൂടി ആയിട്ട് വന്നപ്പോണ്ടല്ലോ ഡബിൾ എഫക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ആ പൃഥ്വിരാജും ആ പ്രഭാസും കൂടിയുള്ള ആ കോമ്പിനേഷനിലൊക്കെ ഒരു രക്ഷയില്ല. വിഷ്വൽ ക്വാളിറ്റി, എഫക്ട്സ്, അതിൻ്റെ മേക്കിംഗ് എല്ലാം ഗംഭീരം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും തിയേറ്റർ വന്ന് കാണാം. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എല്ലാ റെക്കോർഡുകളും നോക്കും. 1000 കൂടെയൊക്കെ അടിക്കും. എല്ലാ റെക്കോർഡുകളും നോക്കും. സലാർ എന്ന് പറഞ്ഞ ചിത്രം തീർച്ചയായിട്ടും KGF പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് വന്നത്. ആ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ നിന്ന് കാണേണ്ട ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രശാന്ത് നീൽ എന്ന സംവിധായകൻ്റെ ഒരു അടയാളപ്പെടുത്തുന്ന ഒരു ചിത്രമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. പ്രഭാസിൻ്റെ ബാഹുബലിക്ക് ശേഷമുള്ള അതിശക്തമായിട്ടുള്ള കഥാപാത്രമാണ്. മലയാളത്തിൻ്റെ പൃഥ്വിരാജും കൂടി ചേർന്നപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്നാണ് ഞാൻ നോക്കിക്കണ്ടത്. തീർച്ചയായിട്ടും പൃഥ്വിരാജ് അതിശക്തമായിട്ടുള്ള കഥാപാത്രമായി അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും അവരുടെ റോള് ഭംഗിയാക്കിയിട്ടുണ്ട്. പ്രശാന്ത് നീൽ എന്ന സംവിധായകൻ തീർച്ചയായിട്ടും ഒരു മികച്ച രീതിയിലുള്ള ഒരു സംവിധായകനായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ഈ ഒരു കളക്ഷൻ്റെ കാര്യത്തിലാണ് ഞാൻ നോക്കിക്കാണേണ്ടത്. 1000 ആണോ 1500 കോടിയിലേക്കാണോ ഇത് പോകുന്നതെന്ന്. തീർച്ചയായിട്ടും ഒരു വിജയചിത്രമായി തന്നെ മാറും. പടം കൊള്ളാം. കാൻസാർ എന്നൊരു വേൾഡ് ബിൽഡിംഗ് ആണ് സീസ്ഫയർ എന്ന് പറഞ്ഞാൽ സലാർ 1. ബാക്കി പാർട്ട് 2ലേക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. പൃഥ്വിരാജ് അടിപൊളിയായിട്ടുണ്ട്. സ്ക്രീൻ സ്പേസ് കുറവാണ് കമ്പാരിറ്റീവ് പ്രഭാസ്. പക്ഷേ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ അവർ രണ്ട് നമ്മളൊരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഓസമായിരുന്നു. ബട്ട് ഇതിനു മുമ്പ് ഈ ഡയറക്ടർ ക്രിയേറ്റ് ചെയ്ത ഒരു മൂവി പേര് പറയേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് എത്തിയില്ല. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തതാണ്. പിന്നെ ഫസ്റ്റ് വേൾഡ് ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ച് ഒരു ഡ്രോബാക്ക് പോലെ തോന്നി. ബട്ട് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. കാണുവാണെങ്കിൽ തിയേറ്റർ തന്നെ വന്ന് കാണണം. ബട്ട് മാറിയ എക്സ്പെക്ടേഷൻ വേണ്ട. പ്രഭാസിൻ്റെ അഭിനയം വെരി ഹാപ്പി ടു സീ പ്രഭാസ്. കാരണം ഇതിനു മുമ്പുള്ള രാധേശ്യാമ ആയാലും മറ്റേ ആദിപുരുഷായാലും എല്ലാത്തിലും ഒരു കോമിക് ക്യാരക്ടർ പോലെ നമ്മളതിനകത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് പുള്ളിയുടെ ലുക്സ്, സ്വാഗ് എല്ലാം നമുക്ക് ആ ഒരു ബാഹുബലിയിൽ കിട്ടിയ ഒരു സ്വാഗ് അങ്ങനത്തെ ഒരു മാസമാണ്. ഈവൻ ബാഹുബലിക്ക് ശേഷമുള്ള മാസമാണ്. എന്തായാലും പ്രഭാസിന് ഒരു കമ്പാക്ക് ആയിരിക്കും. ഇതൊരു ഷോർട്ട് ആയിരിക്കും. ഒബ്വിയസ്ലി എനിക്ക് അങ്ങനെ ഭയങ്കര വയലൻസ് ഒന്നും തോന്നിയില്ല. വയലൻസ് ഉണ്ട്, ബട്ട് ആ ഒരു വ്യൂ ആ കാണേണ്ടത് തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ ഒരു വാവ് ഫാക്ടർ ഉണ്ട്. ബട്ട് ഡയറക്ഷൻ പക്ഷേ എനിക്ക് ആ ഒരു പേഴ്സണലി ഞാൻ പ്രതീക്ഷ ആ ഒരു ബെഞ്ച് മാർക്ക് ക്രോസ് ചെയ്തില്ല. കാരണം നമ്മുടെ മനസ്സിൽ എപ്പോഴും അതാ കിടക്കണതോ, ആ ഒരു ഫീലിംഗ് കിട്ടിയില്ല. ബട്ട് നിരാശപ്പെടുത്തില്ല, ഇതിലൊന്നും കാണാം.